മായി അമേരിക്ക മുന്നോട്ട് വെച്ച റഷ്യ യുക്രൈൻ സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതായി റിപ്പോർട്ട്. സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിച്ചെന്നും ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളൂ എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സഹകരണം തുടരുമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, 3 വർഷങ്ങൾക്ക് ശേഷം ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമാധാന കരാറിന് യുക്രൈൻ അംഗീകരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്ക മുന്നോട്ട് വെച്ച റഷ്യ യുക്രൈൻ സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിച്ചെന്നും ചില ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളൂ എന്നുമാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സഹകരണം തുടരുമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ സമാധാന കരാറിൽ യുക്രൈൻ അംഗീകരിച്ചിരിക്കുന്നത്. സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിച്ചതായാണ് പറയുന്നത്. ചില ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളൂ എന്നുമാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സഹകരണം തുടരുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത്. അധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സമാധാനത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. അമേരിക്കയുടെ ഇടപെടൽ ഫലം കണ്ടുവന്ന് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച 28 കാര്യങ്ങളടങ്ങിയ സമാധാന പദ്ധതിയിലാണ് പൊതുവായ ധാരണയായെന്നാണ് യുക്രൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് അമേരിക്കയുടെയും യുക്രൈന്റെയും ഉദ്യോഗസ്ഥർ സമാധാന കരാറിന് അന്തിമ രൂപം നൽകിയത്. നേരത്തെ ഈ സമാധാന കരാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട ഒരു മുന്നറിയിപ്പ് അമേരിക്ക യുക്രൈന് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 7 ദിവസത്തിനകം സമാധാന കരാർ അംഗീകരിക്കണമെന്നാണ് അമേരിക്ക യുക്രൈന് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും അമേരിക്കയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ യുക്രൈൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ 2 രാജ്യങ്ങൾ, അതായത് റഷ്യയുടെയും യുക്രൈൻ്റെയും നിർദ്ദേശങ്ങൾ കൂടി കണക്കെടുത്തുകൊണ്ടാണ് അന്തിമ സമാധാന കരാറിന് അമേരിക്ക രൂപം നൽകിയത്. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ ഉചിതമായ സമാധാന പദ്ധതിയാണെന്നും റഷ്യയിലും യുക്രൈനിലും ഉടൻ പ്രതിനിധികളെ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. 9 മാസത്തിനിടെ 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചെന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എന്തായാലും സമാധാന പദ്ധതി അംഗീകരിക്കാൻ ധാരണയായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമെന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമാധാന കരാർ അംഗീകരിക്കുന്നതോടെ 3 വർഷത്തിലധികമായി നിന്നിരുന്ന യുദ്ധത്തിന് അവസാനമാകുന്നു. അതോടൊപ്പം തന്നെ സമാധാനം പുലരുന്നു എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനത്തിലേക്ക് തന്നെ നയിക്കും, പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ച തുടരുമെന്നാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കൂടാതെ ഈ സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതോടെ റഷ്യയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തി പ്രസിഡന്റ് പുടിനുമായി വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. കൂടാതെ അമേരിക്കൻ സൈനിക സെക്രട്ടറി ഡാൻ ഡ്രിസ്കോൾ യുക്രൈൻ പ്രതിനിധികളുമായും ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും
കീവിൽ വെച്ച് US സൈനിക സെക്രട്ടറിയുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ സൈനിക മേധാവിയുമായി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നൊരു കാര്യം. കൂടാതെ അമേരിക്ക ആദ്യമുണ്ടാക്കിയ സമാധാന കരാറിനോട് റഷ്യയ്ക്ക് അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സെലൻസ്കി പറഞ്ഞിരുന്നു. കൂടാതെ ചർച്ചകൾ തുടരുകയാണ് എന്നൊരു കാര്യമാണ് സെലൻസ്കി ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറായിരിക്കുകയാണ്. ഇനിയും റഷ്യയുമായും ചർച്ചകൾ തുടരുമെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും. ഇതോടുകൂടി തന്നെ ഒരു സമാധാനത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇരു രാജ്യങ്ങളും സമാധാന പദ്ധതി പൂർണ്ണമായും അംഗീകരിക്കുന്നതിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുകയാണ്. നികൃഷ്ണ, അതുപോലെ തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു അവകാശവാദം അടക്കം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. 9 മാസത്തിനിടെ 8 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ താൻ സമാധാനം കൊണ്ടുവന്നു എന്നടക്കമുള്ള ഒരു അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിലാണ്, അതിൻ്റെ കൂടെ തന്നെയാണ് ഈ നിരവധി യുദ്ധം അവസാനിക്കാൻ താൻ കാരണമായി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും 9 മാസത്തിനിടെ 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്നുള്ള അവകാശവാദങ്ങളടക്കം ട്രംപ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്രായേൽ ഗാസ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലും ഇടപെടൽ നടത്തി എന്ന കാര്യങ്ങളടക്കം ട്രംപ് പറഞ്ഞിരുന്നു. ആ രീതിയിൽ 9 മാസത്തിനിടെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഇടപെടൽ ചില ഫലം കൊണ്ടു എന്ന കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കാര്യത്തിൽ ട്രംപ് കൂടുതൽ അവകാശവാദങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അമേരിക്കയാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അമേരിക്ക അതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമാധാന കരാർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സെലൻസ്കിയുമായിട്ട് സംസാരിക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കുന്നു. ആ രീതിയിൽ ഇരു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു ധാരണയിലെത്തി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും അമേരിക്ക മുന്നോട്ട് വെച്ച 28 നിർദ്ദേശങ്ങളടങ്ങിയ അന്തിമ സമാധാന കരാറിന് യുക്രൈൻ ആ സമാധാന കരാർ അംഗീകരിച്ചതോടെയാണ് യുദ്ധം അവസാനിക്കാനായി വഴി തെളിഞ്ഞത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധം അവസാനിക്കുന്നു. 3 വർഷത്തിലധികമായി വലിയ ഭീതി ജനകമായൊരു സാഹചര്യം തന്നെ യുക്രൈനിലും റഷ്യയിലും ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. കൂടാതെ വലിയ ആഘാതം ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ പരിഹരിക്കപ്പെടാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഏറ്റവും സമാധാനപരമായി പറയേണ്ട ഒരു കാര്യം. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനായി വഴിയൊരുങ്ങുന്നു. എന്തായാലും സമാധാനത്തിന്റെ പാതയിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. സമാധാനം അരികെ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച റഷ്യ യുക്രൈൻ സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിച്ചെന്നും ചില ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളൂ എന്നുമാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സഹകരണം തുടരുമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പറഞ്ഞു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.